നമ്മുടെ ഇൻക്രെഡിബിൾ ഇന്ത്യ യാത്രയ്ക്ക് ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. ഏതൊരു നാട്ടിൽ ചെന്നിട്ടുണ്ടെങ്കിലും അവിടുത്തെ ഏതെങ്കിലുമൊക്കെ വീടുകളുടെ ഹോട്ടലുകളുടെയൊക്കെ അടുക്കളയിലേക്ക് കയറി ചെന്ന് അവരുടെ ഭക്ഷണ വിഭവങ്ങൾ എന്തൊക്കെയാണ്, കുക്കിംഗ് എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് അറിയുന്ന ഒരു പരിപാടിയാണ്. നിങ്ങൾ ഓർക്കുന്നില്ലേ? അപ്പം ഈ ഒരു സീസൺ 2-ലും നമ്മൾ അത് വിട്ടുപിടിക്കുന്നില്ല. അതുപോലെ തന്നെ ഞാനിപ്പം നോർത്ത് കർണാടകയുടെ ട്രഡീഷണൽ ഭക്ഷണങ്ങൾ എന്തൊക്കെയായിരിക്കും, സദ്യ തന്നെ എങ്ങനെയായിരിക്കും ഉണ്ടാക്കുന്നത് എന്നറിയാൻ വേണ്ടി നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? ഇത് കണ്ടിട്ടുണ്ട്, ഒരു പഴയ തറവാട് പോലെ ഫീൽ ചെയ്യും. ഇത് ഇവിടുത്തെ ഒരു പ്രസിദ്ധമായിട്ടുള്ള ഹോട്ടലാണ് utta ഹോട്ടല്. ഹോട്ടലിൻ്റെ മുൻഭാഗം ഇതാണ്. ഏകദേശം ഒരു 12 മണി ആകുമ്പോഴൊക്കത്തേക്ക് എല്ലാം ഓപ്പണായി തുടങ്ങത്തുള്ളൂ. നമ്മളിപ്രാവശ്യം അടുക്കള ഭാഗം വഴി കയറുകയാണ്. ഇവിടെ 2 ആൾക്കാരെ എനിക്ക് പരിചയപ്പെടുത്തി തരാനുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുതേ. ഐശ്വര്യമായിട്ട് നമുക്കുണ്ടല്ലോ ഇത് അടുക്കളയിലോട്ട് കയറാം. ചെരുപ്പൊക്കെ പുറത്ത് നമ്മൾ അഴിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് ഇതാണ് നമ്മുടെ വിശ്വനാഥ് അണ്ണ. നമസ്തേ, ചെന്നാക്കിത്തരാ. ആക്കി വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യം ഇവരെ ഞാൻ പരിചയപ്പെടുത്താറ്. ഇത് ಬೇಬಿ ಅಣ್ಣಿ ಚೆನ್ನಾಗಿದ್ದೀರಾ? ഓക്കെ, ಈಗ ವರ್ಕ್ ಸ್ಟಾರ್ಟ್ ಆಗಿತ್ತಲ್ವಾ? ഓക്കെ, ഇതാണ് ഇവരുടെ അടുക്കള. ശരിക്കും പഴയ ഒരു ട്രഡീഷണൽ വീടാണ് ഇത്. ഞാൻ ആദ്യമേ ഇവരുടെ ഒരു ഹോട്ടലിൻ്റെ ഒരു മുഴുവൻ ഭാഗം കാണിച്ചു തരാം. അതിന് ശേഷം നമുക്ക് കുക്കിങ്ങിലോട്ടൊക്കെ വരാം. ഇത് കണ്ടോ, നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്ന പോലെ പണ്ട് ഈ മച്ചക്കുള്ള വീടില്ല, ആ ഒരു വീട് ഹോട്ടലായിട്ട് കൺവേർട്ട് ചെയ്തേക്കുന്നതാണ്. ഇവിടെയൊക്കെ ഭക്ഷണം കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ ഇത് നമ്മുടെ ആ ഒരു തിണ്ണഭാഗങ്ങളില്ലേ, അവിടെയും ഭക്ഷണം കൊടുക്കുന്ന ഭാഗങ്ങളാണ്. ഒരുപാട് പഴക്കമുള്ള ഹോട്ടലാണ് കേട്ടോ. ഇവിടെ നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ മരത്തിൻ്റെ ഗ്രില്ലൊക്കെ ഇട്ടിട്ട്, അതുപോലെ തന്നെ ഇവിടെയും മുറികളുണ്ട്. ഇത് കണ്ടോ, ഇവിടെ നിന്നും ഭക്ഷണം കഴിക്കാൻ പറ്റും. ഇതൊക്കെ ഇങ്ങനെ ലൈറ്റൊക്കെ നാച്ചുറൽ ലൈറ്റിംഗ് ആണ് കേട്ടോ. വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന പോലെ തന്നെ. അത് കഴിഞ്ഞിട്ട് ഇവരുടെ സ്റ്റോർ റൂമാണ് ഇവിടെ വരുന്നത്. സാധനങ്ങളൊക്കെ ഇവിടെയാണ് സ്റ്റോർ ചെയ്യുന്നത്. ഇവിടെ നിന്ന് സാധനങ്ങളൊക്കെ ഇപ്പോൾ രാവിലെ എടുത്ത് പുറത്തേക്ക് വെച്ചിട്ടുണ്ട്. അപ്പം ഇനി വായോ നമുക്ക് കുക്കിങ്ങിൻ്റെ കാഴ്ചകൾ കാണാം. പിന്നെ ഉണ്ടല്ലോ, ഇവിടെ പ്രധാനമായിട്ട് ചോറൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് വിറക് കത്തിക്കുവാണ് കണ്ടത് ചെയ്യുന്നത്. അപ്പോൾ ഈ വിറക് കത്തിച്ചുണ്ടാക്കുന്ന ഫുഡിന് പ്രത്യേക ഒരു ടേസ്റ്റ് കൂടുമെന്ന് നമുക്കറിയാമല്ലോ. ഇവിടെ പ്രധാനമായിട്ടുണ്ടല്ലോ ഫിഷ് കറി മീൽസ് ആണ് ഉള്ളത്. അതിന് വേണ്ടിയിട്ട് ചെമ്മീനൊക്കെ ഉണ്ട് കേട്ടോ. ചെമ്മീൻ കറിയെല്ലാം കൊടുക്കുന്നുണ്ട്. ഞാൻ 1 by 1 ആയിട്ട് ഐറ്റംസ് ഓരോന്നും പരിചയപ്പെടുത്തി തരാം. നമ്മളെല്ലാം ഇന്ന് കണ്ടിട്ടേ പോകുന്നുള്ളൂ. പുറത്ത് വേറെ സെപ്പറേറ്റ് ഒരു റൂം കൂടിയുണ്ട്. ഇവിടെയാണ് നമ്മളുടെ ചോറ് വെക്കുന്നത്. കട്ടാമിർച്ചി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിഭവമാണ് കേട്ടോ. അതായത് ഇതിൻ്റെ അകത്ത് മീൻ, അതുപോലെ തന്നെ ഇവിടുത്തെ സ്പെഷ്യൽ മസാലകളൊക്കെ ചേർത്തിട്ടുണ്ടാക്കുന്നതാണ്. സൈഡ് ഡിഷായിട്ട് കൊടുക്കുന്നതാണ്. ഈ മസാലയൊക്കെ അരയ്ക്കുന്നുണ്ടല്ലോ, ഇവിടുത്തെ പ്രധാനപ്പെട്ട ഐറ്റം എന്ന് പറയുന്നത് ഫിഷ് കറിയാണ്. അപ്പോൾ ആ ഫിഷ് കറിയുടെ ചാറുണ്ടാക്കാനുള്ള സാധനങ്ങളാണ്. ഇവിടെ ഉണ്ടല്ലോ, ചോറെന്ന് പറയുന്ന 2 ടൈപ്പ് ഉണ്ട്. നമ്മളുടെ ഈ ബോയിൽഡ് റൈസും അതുപോലെ തന്നെ വൈറ്റ് റൈസും കൊടുക്കുവേ. അവിടെ നിന്ന് ചൂടുവെള്ളം എടുത്തു വന്നത് ഇത് വന്നിട്ട് നമ്മളുടെ പരിപ്പ് കറി ആക്കാൻ വേണ്ടിയിട്ടുള്ള തുടങ്ങാണ്. ഡ്രൈ സുക്ക എന്ന് പറഞ്ഞിട്ടൊരു ഐറ്റം ഉണ്ട്. അതായത് നമ്മളുടെ ഉണക്കച്ചെമ്മീനില്ലേ, ഈ ഉണക്കച്ചെമ്മീൻ മസാലയൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കുന്നതാണ്. അതിന് വേണ്ടിയിട്ട് ആദ്യമേ ചെമ്മീൻ എടുത്ത് വെള്ളത്തിലിട്ടു. പല ഐറ്റംസ് ഉള്ളതുകൊണ്ട് തന്നെ ചെറവറ വർക്കിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ തേങ്ങ അരിയുന്നുണ്ട്. എനിക്കിത് ഓക്കെ കറിയിലേക്ക് ഓക്കെ കറിയിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കുറച്ച് കട്ടിക്കുന്ന പീസ് വേണ്ടിയിട്ട്. ഇവരുണ്ടല്ലോ ഓരോരോ സാധനങ്ങളും പല ഐറ്റങ്ങളും ഉണ്ടാക്കാനുള്ള തിരക്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയാണ് കേട്ടോ. 12 മണിയാകുമ്പോഴത്തേക്ക് സാധനം റെഡിയാകണം. ആളുകൾ അപ്പോഴത്തേക്ക് കഴിക്കാനായിട്ട് വന്നു തുടങ്ങി. ശരിക്കും നല്ലൊരു ഫീലില്ല. പുകയൊക്കെ ആയിട്ട് നല്ല ശരിക്കും വീടിൻ്റെ അടുക്കളയിലേക്ക് ചെന്നൊരു ഫീലുണ്ട്. ഇന്ന് ഊണ് കൊടുക്കാനുള്ള വാഴയിലേക്ക് ഇവിടെ കൊണ്ടുവന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ ഉണ്ടല്ലോ മീൻ കറി ഉണ്ടാക്കുന്ന തേങ്ങ അരച്ചിട്ടാണ്. അതുകൊണ്ട് തന്നെ
ഇഷ്ടംപോലെ തേങ്ങ ചിറകലാണ് ഇവിടുത്തെ രാവിലത്തെ ഏറ്റവും വലിയ മെയിൻ പണി എന്ന് പറയുന്നത്. അവിടെ വിശ്വനാഥൻ ആദ്യമേ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശരിക്കും ഇവർക്ക് ഇത് ഡെയിലി ചെയ്ത് ഇത് ഭയങ്കര തിരക്കായ പെട്ടെന്ന് എടുത്ത് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇവിടെ ഉണ്ടല്ലോ കട്ടാമിർച്ചി എന്ന് പറയുന്ന ഒരു വിഭവം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. നല്ല മസാലകൾ ഇവർ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത മസാലയ്ക്ക് നമ്മളുടെ മുറിച്ച് വെച്ച കുട്ടി മത്തിയില്ലേ, ആ മത്തി ഇടുന്നുണ്ട്. ഇതൊരു ഡ്രൈ ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. നല്ല എരിവുണ്ടാവും. ഇത് കാണുമ്പോൾ തന്നെ എൻ്റെ വാരി വെള്ളം വരുന്നുണ്ട്. ഇപ്പോൾ ഉണ്ടല്ലോ നമ്മുടെ കൂടെ ഇതാ ഇപ്പം ഇവിടുത്തെ പണിക്കാരായിട്ടുള്ളതാണ്. ഇത് സുധാക്ക. അക്ക ചെന്നാക്കി തരാ. ഓക്കെ, അക്ക വന്നു. അപ്പം നിന്തു മന ഇല്ലേനെ അൽവാ? ഓക്കെ, ഹൊന്നവരയിലാണ്. അപ്പം ഉള്ളി ഏരിയ, അതുപോലെ തന്നെ മീൻ കട്ട് ചെയ്യുക, അങ്ങനെയുള്ള കട്ടിങ് പരിപാടിയൊക്കെ തന്നെയാണ് നോക്കുന്നത്. ഇവിടെ ഏകദേശം 8 വർഷമായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. രാവിലത്തെ ദിവസം തുടങ്ങുമ്പോൾ ഉണ്ടല്ലോ ഇതുണ്ടോ ഇങ്ങനെ കുന്തിരുക്കമൊക്കെ പുകച്ച് എല്ലാ സ്ഥലത്തും ആക്കി ആ ഒരു സ്മെല്ല് ശരിക്കും ഒരു ഭക്തി സാന്ദ്രത എന്നൊക്കെ വേണമെങ്കിൽ പറയാം കേട്ടോ. ഞാൻ ഒരു ഹോട്ടലിലാണോ അതോ വീടുകളിലാണോ അതോ അങ്ങനെയുള്ളൊരു സ്ഥലത്ത് വന്ന പോലെ ഉണ്ട്. അടുത്ത ആള് കൂടി പണിക്ക് എത്തിയിട്ടുണ്ട്. നിന്റെ എസ്ര തന്നെ കമല എന്താ? ഓക്കെ, ഭയങ്കര നാണക്കാരിയാണ് കേട്ടോ. നമ്മുടെ മീൻകറി വെക്കാനുള്ള വട്ടള ഇതാ അടുപ്പിൽ കയറിയിട്ടുണ്ട്. ആദ്യം തന്നെ എണ്ണ ഒഴിച്ച് അതിൻ്റെ അകത്തേക്ക് ഉള്ളി വഴിച്ചെടുക്കുകയാണ്. നമ്മുടെ പരിപ്പ് കറിയിലേക്ക് ആഡ് ചെയ്യേണ്ട തക്കാളിയും മുളകും എല്ലാം കഴുകി എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പണികൾ ഇപ്പോൾ ഇവിടെ ഭയങ്കര തകൃതിയായി സ്പീഡായ ഇതുണ്ട്. ഇത് സബ്ജിക്ക് വേണ്ടിയിട്ടുള്ള പടവലങ്ങയൊക്കെ ഇവിടെ മുറിക്കുന്നുണ്ട്. മീൻകറിയിലുണ്ടല്ലോ ഇവരതാ ഈ ഒരു സാധനം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതായത് നമ്മൾ നാഗാലാൻഡൊക്കെ പോകുന്ന സമയത്ത് ഒരു എരിയുന്ന ടൈപ്പ് ഒരു മുളകില്ല, അതിൻ്റെ വേറൊരു ഭേദമാണ്. അതല്ല, കുറേ കൂടി വലിയ ടൈപ്പാണ്. നല്ല മണമൊക്കെ ഉണ്ട്. ഇത് ഇവര് മീൻകറീൻ്റെ മസാലയിലേക്ക് ആഡ് ചെയ്യും കേട്ടോ. നമ്മുടെ ഡ്രൈ സുക്കയുടെ മസാല ഇവിടെ ആക്കുകയാണ്. ഇത് കേട്ടോ, ചിരണ്ടി എടുത്തു വെച്ച തേങ്ങയിലേക്ക് കുറച്ച് വെളുത്തുള്ളി, പിന്നെ കല്ലുപ്പ്, അതുപോലെ തന്നെ ഇവരുടെ മസാലയും കൂടി ആഡ് ചെയ്തിട്ട് നല്ല രീതിയിൽ കുഴച്ചെടുക്കുവേ. അരിഞ്ഞു വെച്ച സവോളയിലേക്ക് നമ്മളുടെ ചെമ്മീൻ ആഡ് ചെയ്യാണ്. അതുകൊണ്ട് നമ്മൾ നേരെ നമ്മളുടെ വിറകടുപ്പിലേക്ക് വന്നു. അതിൻ്റെ അകത്താണ് കേട്ടോ ആക്കുന്നത്. ബോയിൽ റൈസ് ഓൾമോസ്റ്റ് റെഡിയായി വരുന്നുണ്ട്. നമ്മളുടെ സുക്കയും ദാ ഇവിടെ റെഡിയാകുന്നുണ്ട്. നമ്മുടെ മീനിൻ്റെ മസാല ഓൾമോസ്റ്റ് അരഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് പുറത്തെടുക്കാം കേട്ടോ. ദാൽ കറീൻ്റെ ഇതാ ചെമ്പ് കയറ്റിയിട്ടുണ്ട്. ആ എണ്ണ ഒഴിച്ച് അതിലേക്ക് മസാലകൾ, കടുക്, വെളുത്തുള്ളി പോലുള്ള സാധനങ്ങളൊക്കെ ആഡ് ചെയ്യുകയാണ് കേട്ടോ നമ്മളുടെ ബേബിക്ക്. എല്ലാവരും ഉണ്ടല്ലോ നമ്മളുടെ നാണമുള്ള കമലാക്കാനെ എന്താ പറയുക ഇങ്ങനെ ഇതാക്കി പറയുന്നുണ്ട്. അന്നേരം ഇപ്പം കമലക്കയുടെ നോക്ക് കട്ട് ചെയ്ത് നോക്ക്, അത് എന്ത് രസമായിട്ടാണ് കട്ട് ചെയ്യുന്നതെന്നൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞ് ഇതാക്കുകയാണ് കേട്ടോ. ಕಮಲಾಕ ಏನಕ್ಕೆ ನಿಮಗೆ ಇದು ಶರ ಏನು ಹೇಳ್ತೀರಾ ಕನ್ನಡದಲ್ಲಿ? ಶರಂ ಆಗ್ತಾರೆ, ಶರಂ അതന്നെ. ആ വറുത്തെടുക്കാനുള്ള നമ്മളുടെ ഇന്നത്തെ ഫിഷ് നല്ല ഫ്രഷ് സാധനം പിടിച്ചത് ഇതാ വന്നിട്ടുണ്ട്. കൊടുവയും അതുപോലെ തന്നെ നമ്മളുടെ അയിലയാണ് വന്നിട്ടുള്ളത്. ഇതാണ് കേട്ടോ നമുക്ക് മീൻ കൊണ്ടുവന്ന് വരുന്ന മീൻകാരൻ ചേട്ടൻ. ಇದು ಎಲ್ಲಿಂದ ಬರುತ್ತೆ ಇದು ಅಣ್ಣ? ಹೊನ್ನವರ ಮಾರ್ಕೆಟ್ ಅಲ್ಲಿಂದ. ಓಕೆ, നല്ല ഫ്രഷ് പട്ടക്കത്തെ മത്തിയൊക്കെ ഉണ്ട്. കൊടുവേ മീനും അതുപോലെ തന്നെ നമ്മളുടെ പാങ്കടി അതായത് അയിലയാണ് കേട്ടോ വന്നിട്ടുള്ളത്. നമുക്കിനിയുണ്ടല്ലോ മീൻ കറീൻ്റെ അതിലേക്ക് ഇതിൻ്റെ മസാല ഇതാ ആഡ് ചെയ്തു. അപ്പോഴത്തേക്കും തന്നെ ഇതാ വിശ്വനാഥണ്ണ നമ്മളുടെ ഡ്രൈ സുക്കയിലേക്ക് നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ച ആ മസാല കൂടി ആഡ് ചെയ്തു. ഇനിയിപ്പോൾ ഡ്രൈ സുക്ക ഉണ്ടല്ലോ ചെറിയ ചൂടിൽ അത് ഉണങ്ങി വരുവേ. നമ്മളുടെ ചോറ് കാലമായിട്ടുണ്ട്. അന്നേരം ഇനിയിപ്പോൾ വറക്കേണ്ടതായി. ഇതാ ഇവിടെ നിന്നാണ് കേട്ടോ വറക്കുന്നത്.
കുക്കിംഗ് ഉണ്ടല്ലോ, പൊടി പൊടിക്കുന്ന സമയത്ത് ഇതാ വീണ്ടും നമ്മുടെ രാജേഷണ്ണ വന്നിട്ടുണ്ട്. എന്നാ ചെന്നൈക്കിത്ര ഓക്കെ. അന്നാണ് കേട്ടോ എനിക്കിത് ഇവിടെ ഇങ്ങനെ സംസാരിച്ച് ഇങ്ങനെ ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡിയാക്കി തന്നത്. താങ്ക് യു സോ മച്ച്. നല്ല ഇത് എന്നോട് നിൽക്കുക. നല്ല സ്നേഹമുള്ള ആൾക്കാരാണ് എല്ലാവരും. അടുക്കള ഇപ്പോൾ ഉണ്ടല്ലോ സാധനങ്ങൾ കൊണ്ട് നിറഞ്ഞു, തിരക്ക് ബഹളം ഒക്കെയായ. ഇതാ നമ്മളുടെ ദാൽ കറി ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. ചോറ് വാർത്തത് ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇനിയിപ്പം മീൻ പൊരിക്കണ്ടേ, മീൻ പൊരിക്കാനുള്ള മസാല ഇവിടെ റെഡിയാക്കി വെക്കുന്നുണ്ട്, സബ്ജിക്കുള്ള സാധനങ്ങൾ. അപ്പോൾ വന്നിട്ട് ഇവിടെ നിന്ന് ഇതാ ഇന്നത്തേക്കുള്ള വറക്കാനുള്ള മീൻ ഫ്രഷായി കട്ട് ചെയ്ത് ഇതെടുക്കാൻ പോവാണ്. നമ്മുടെ മത്തിക്ക് ഇവിടുത്തെ പേര് ഭൂത്തായി എന്നാണ് കേട്ടോ. ഒരു മീൻ മുറിച്ചെടുക്കുന്നുണ്ടല്ലോ വളരെ പെട്ടെന്നാണ്. ഒരു 10-20 സെക്കൻഡ് കൊണ്ട് ഒരു മീൻ കട്ട് ചെയ്തത് ഇരുന്ന് കേട്ടോ. തല മുറിച്ചു, വാല് മുറിച്ചു, അതിൻ്റെ ഉള്ളിലെ കളഞ്ഞു, ചെറിയ പീസാക്കി. പിന്നെ ഇതിനകത്തോട്ട് കട്ട് ചെയ്ത് വെച്ച അയില, മത്തി ഒക്കെ ഇതാ മസാലയിലേക്ക് എടുത്തിട്ടു. കൂട്ടത്തിൽ നമ്മുടെ കൊടുവിയുണ്ട്. അതിനുശേഷം ഇതാ അതങ്ങോട്ട് ചേർത്ത് ഇങ്ങോട്ട് മിക്സ് ചെയ്യുക. നല്ല കളർഫുള്ള് മസാല അതിൻ്റെ അകത്തൊക്കെ ചേർന്നങ്ങ് പിടിക്കും. ഞാൻ വന്നപ്പോൾ മുതൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന വലിയ ഗ്രൈൻഡറിന് ഇനിയിപ്പോൾ വിശ്രമമാണ്. ഇനിയിപ്പോൾ സ്റ്റൗവിനൊക്കെയാണ് പ്രധാനപ്പെട്ട പണിയുള്ളത്. മീനിൻ്റെ കൂടെ തന്നെ ഉണ്ടല്ലോ ചിക്കൻ്റെ ഒരു ഡ്രൈ ഫ്രൈ ഐറ്റം കൂടി ഇവരുണ്ടാക്കുന്നുണ്ട്. നമ്മുടെ മീൻകറിക്ക് വേണ്ട പുളിയില്ലേ, അത് ഈ ഒരു മസാലേൻ്റെ കൂടെ ആഡ് ചെയ്ത് അരച്ചാണ് കേട്ടോ ഇവിടെ എടുക്കുന്നത്. അടുത്തായിട്ടുണ്ടല്ലോ ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് റാഗി കഞ്ഞി എന്നാണ് പറയുന്നത്. നമ്മുടെ റാഗിപ്പൊടിയില്ല, അത് ഇട്ടിട്ടുള്ള ഒരു സാധനം, സൂപ്പ് പോലെ. എന്തായാലും അത് വെറൈറ്റി അല്ലേ, അത് നമ്മുടെ നാട്ടിലില്ലല്ലോ റാഗി കഞ്ഞി. ഇത് കണ്ടോ, ഇത് സൈഡ് ഡിഷായിട്ട് ഒരു ചെറിയ കോപ്പയിലാക്കി ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ഉണ്ടല്ലോ സുക്ക അത് റെഡി ആയിട്ടുണ്ട്. ഇത് കണ്ടോ ഇങ്ങനെയാണ് ഉണ്ടാവുക കേട്ടോ. നല്ലൊരു മണം കൂടിയുണ്ടേ. ഇത്രയധികം വർക്ക് നടക്കുന്ന അടുക്കളയാണെങ്കിലുണ്ടല്ലോ ഇവരെ എപ്പോഴും തുടച്ച് വൃത്തിയാക്കി ഇടുവേ. അതുകൊണ്ടല്ല ചോറും കറിയും ആയ പാടെ തന്നെ ഇവർ ആദ്യം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഇത് ഇലയ്ക്കകത്ത് ഇത് കണ്ടോ കുറച്ച് ചോറും ചാറും ഒഴിച്ചിട്ട് ഇവിടെ വെക്കും. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കണ്ടോ നമ്മുടെ കാക്കകൾക്ക് വേണ്ടിയിട്ട്. എനിക്ക് വയ്യ. അടുത്തുണ്ടല്ലോ മസാല മോരുണ്ടാക്കാൻ പോവാണ്. ഇനി ഫിഷ് ഫ്രൈന്റെ സമയമാണ് കേട്ടോ. മീൻ കൂടി വന്നപ്പോഴത്തേക്കും ഉണ്ടല്ലോ ദാ ഇവിടെ അങ്ങോട്ട് ആ ഒരു വറക്കുന്നതിന്റെ മണമൊക്കെ കൂടിയിട്ട് ഈ ഒരു അടുക്കള ഒരു സ്വർഗമായി മാറിയിട്ടുണ്ട് ഇപ്പോഴേ. നമ്മുടെ റെഡിയായ സാധനങ്ങളുണ്ടല്ലോ ഇതാ ഈ ഒരു ടേബിളിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. ഹോട്ടലിലേക്ക് ഇതാ ആദ്യത്തെ കസ്റ്റമേഴ്സ് വന്നിട്ടുണ്ട്. നമ്മുടെ ഇന്നത്തെ പണി ഇവിടെ കഴിഞ്ഞു. കുക്കിംഗ് ഇനിയിപ്പോൾ ഇവർക്ക് പണി സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇനിയിപ്പോൾ ആളുകൾ വരും, അവർക്കെല്ലാം വിളമ്പി കൊടുക്കണം. അപ്പം രാവിലെ ഞാനൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു, നേരെ ഇങ്ങോട്ടേക്ക് വരും ചെയ്തേ. ഇനിയിപ്പോൾ നമുക്കും ഫുഡ് കഴിച്ച് തുടങ്ങാവേ. ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു നമ്മളുടെ ഇന്നത്തെ മനവിട്ടയെ. ആദ്യം ഇല വന്നു, വെള്ളം വന്നു, അതിൻ്റെ കൂടെ തന്നെ നമ്മളുടെ റാഗിയുടെ ആ ഒരു ഇതും, അതിനുശേഷം നമ്മളുടെ അച്ചാറ്, അതുപോലെ തന്നെ ഉള്ളി, പിന്നെ നമ്മളുടെ നാരങ്ങ, അതിനുശേഷം നമ്മളുടെ ഇത് ഇസ്രയേലിൽ കട്ടാമിർച്ചി, അതിനുശേഷം നമ്മളുടെ കട്ടാമിർച്ചി, അതിനുശേഷം നമ്മളുടെ പ്രോൺ സുക്ക, ഓക്കെ. പിന്നെ നമ്മളുടെ ക്യാബേജ് തോരൻ, അതിനുശേഷം നമ്മളുടെ ഓപ്ഷൻ പ്രകാരം നമ്മളുടെ ബോയിൽഡ് റൈസ്. വേണമെങ്കിൽ നമുക്ക്
ഫ്രൈഡ് റൈസും കിട്ടും. പിന്നെ നമ്മളുടെ ഒരു ഫ്രൈ. ഓക്കെ ഓക്കെ, ബാങ്കടി ഉണ്ട്. മത്തിക്ക് ഏതാണുള്ളത് കന്നഡത്തിൽ? തരലേ. ഓക്കെ. പിന്നെ നമ്മളുടെ മീൻ ചാർന്ന്. ഇതിൽ ആദ്യം കഴിച്ചു നോക്കേണ്ടത് നമ്മളുടെ സുഖമാണ്. ഇതുണ്ടോ, നല്ല ടേസ്റ്റാണ്. ആ തേങ്ങയെല്ലാം മുരിഞ്ഞതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്, ഭയങ്കര രസമാണ്. അതിന് ശേഷം നമ്മളുടെ കട്ട, പേര് പോലെ തന്നെ നല്ല എരിവുണ്ട്, അതിൻ്റെ കൂടെ തന്നെ നല്ല പുളിയുണ്ട്. പിന്നെ ആസ് യൂഷ്വൽ നമ്മളുടെ മീൻ വറുത്തതൊക്കെ എന്തായാലും പൊളിയായിരിക്കുമല്ലോ. ഇവരുടെ മസാല എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാമല്ലോ. അടിപൊളിയുണ്ട്. സൂപ്പർ. നമ്മുടെ വിശ്വനാഥനൊക്കെ ഉണ്ടല്ലോ, ഇപ്പം ഭയങ്കര തിരക്കായി ഓടി നടന്ന പണിയാണ്. ബേബേക്കാ ಬರ್ತೀನಿ ನಾನು. ಆಯ್ತು ವಿಶ್ವನಾഥನ ಬರ್ತೀನಿ. ആയിട്ട് ഓക്കെ. അപ്പം നമുക്കുണ്ടല്ലോ, താങ്ക് യു സോ മച്ച്. എന്തായാലും നമ്മുടെ കൂടെ നിന്ന് എല്ലാം പറഞ്ഞു തന്നെ. ഈ ഒരു വഴി വരുന്ന ആളുകൾ തീർച്ചയായിട്ടും വന്ന്, ഞാൻ ലൊക്കേഷൻ അവസാനം പറയാം, വന്ന് എന്താ പറയുക കഴിച്ച് പോവുക. നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങാം. മനയൂട്ടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള വ്യത്യസ്തമായ സ്ഥലങ്ങളിലെ വ്യത്യസ്തമായ ഭക്ഷണം കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ വരിക, പറയുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ. അങ്ങനെയാണെങ്കിൽ പോകുന്ന വഴിയിൽ ഇനിയുമുള്ള വ്യത്യസ്തമായിട്ടുള്ള സ്ഥലങ്ങളിൽ വ്യത്യസ്തമായ ഹോട്ടലുകളിൽ നമുക്ക് കയറാം. അവരുടെ തനത് ഭക്ഷണങ്ങളൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നൊക്കെ ഉള്ളതും കൂടി അറിയാം കേട്ടോ. അപ്പോൾ നമ്മളുടെ ഇൻക്രെഡിബിൾ ഇന്ത്യ റൈഡ് സീസൺ 2 യാത്രകൾ മുൻപോട്ടേക്ക് പോവുകയാണ്. ഇങ്ങോട്ടേക്ക് ഗോവ പോകുന്ന ആളുകൾ ഈ ഹൊന്നവാർ എന്ന് പറയുന്ന സ്ഥലത്ത് വന്നിട്ട് ഇവിടെ നിന്ന് അത്യാവശ്യം ഒരു ദിവസം ഹൾട്ട് ചെയ്ത് കാണാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊന്നും മിസ് ചെയ്യാതെ ഇവിടം കൂടി എക്സ്പ്ലോർ ചെയ്തതിന് ശേഷം ഗോവയിലേക്ക് പോവുക. അപ്പോൾ ഈ ഒരു ഹോട്ടൽ മറക്കണ്ട. ഹോട്ടലിലോട്ട് വരേണ്ട വഴി എങ്ങനെയാണെന്നുള്ളത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. വന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് അഭിപ്രായമൊക്കെ പറഞ്ഞിട്ട് പോവുക കേട്ടോ. അപ്പോൾ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരേക്കും ബൈ ബൈ പറയുകയാണ്. ഇന്നിനിയിപ്പോൾ നമ്മൾ നേരെ പോകാൻ പോകുന്നത് ഗോകർണയിലേക്കാണ്. പോകുന്ന വഴിയിൽ എന്തൊക്കെയാണ് നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നത് എന്നുള്ളത് എനിക്കും അറിയില്ല, നിങ്ങൾക്കും അറിയില്ല, ദൈവത്തിന് പോലും അറിയില്ല. ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാനും മറക്കരുതേ. കൂടുതൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ താങ്ക്സ് ബട്ടൺ യൂസ് ചെയ്ത് നിങ്ങളുടെ സ്നേഹം പങ്കുവെക്കാൻ മടിക്കണ്ട കേട്ടോ.